മോർണിംഗ്. ആന്റണി ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ജോജി ഗുഡ് മോർണിംഗ് പറഞ്ഞു. യെസ്. അപ്പൊ ഇവർക്ക് ഇന്ന് ഡ്രസ്സ് വന്നിട്ട് ഡ്രസ് കോഡ് ബ്ലൂ ആണ്. സോ നമുക്ക് ബ്ലൂ ഡ്രസ്സ്, ബ്ലൂ തിങ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 20 rupees. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ഹലോ, വാ. അംബ്രല്ല പരിചയമില്ലാത്തവർ നോക്കണേ ആരാന്ന്. മോർണിംഗ്. കണ്ണുണ്ട്. കടുക് പൊട്ടിച്ചു. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കറിവേപ്പില, പച്ചമുളക്. ഇവിടെ ഈ സവാളയും വെളുത്തുള്ളിയും കൂടെ, 2 അല്ലി വെളുത്തുള്ളിയും കൂടെ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇഡ്ഡലി ഫ്രൈക്കാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഫ്രൈ ആണ്. നമ്മൾ ഇഡ്ഡലി വേവിച്ചു. അപ്പോൾ ആദ്യം കടുക് പൊട്ടിക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വേറെ പാനിൽ വെച്ച് കടുക് എടുത്തതാണ്. ആ പാനൊന്നും കൂടെ ചെയ്ത് വെച്ച് അതിലേക്ക് തന്നെ വെച്ച് മറ്റേ ബോയിൽ വെജിറ്റബിൾ ചെയ്യാനായിട്ട്. അതെ അതെ. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് കുറച്ച് കശ്മീരി മുളക് പൊടി. ഓക്കെ, കശ്മീരി മുളക് പൊടി. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന തക്കാളി ആഡ് ചെയ്യണം. ഇത് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്.
ഇതിന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ബട്ടർ ഇവിടെ പാനിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബോയിൽ വെജിറ്റബിളാണ്. ഇത് ഇഡ്ഡലി ആഡ് ചെയ്തു. രാവിലെ 2 തട്ട് ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് വേഗം തന്നെ ഇഡ്ഡലി ഫ്രൈ ചെയ്യാൻ നിർത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേറെ കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഹസ്ബൻഡിന് ഒരു പുട്ടുണ്ടാക്കിയാൽ മതി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഡ്ഡലി ഉണ്ട്. എനിക്കാണെങ്കിൽ ബോയിൽ വെജിറ്റബിളുണ്ട്. ഇഡ്ഡലി ഫ്രൈയും കുറച്ച് ബോയിൽ വെജിറ്റബിളും. ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് സോൾട്ടാണ്, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ബിക്കോസ് ബട്ടറിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് പെപ്പർ പൗഡർ. ഓക്കെ, ചെറുതായിട്ട് പെപ്പർ പൗഡർ ഇട്ടു. അല്ലെങ്കിൽ സോട്ട് ചെയ്തെടുക്കുകയാണ് ബോയിൽ വെജിറ്റബിൾ. ഇത് ഇഡ്ഡലി ഫ്രൈ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊറിയാൻഡർ ചോപ്പ് ചെയ്തിടണം, മല്ലിയില. ഇട്ടിട്ടുണ്ട്. വെജിറ്റബിളും സോട്ടായി. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഒരു സണ്ണി സൈഡ്, ഒന്നല്ലെങ്കിൽ 2 എഗ്ഗ് സണ്ണി സൈഡ്. അതാകുമ്പോഴത്തേക്കും പ്രോട്ടീനുമാണ്. ലേഡീസിന് മസ്റ്റാണ് 2 എഗ്ഗ് എവറി ഡേ. ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് ഒരു 2 മിനിറ്റും കൂടെ, 2-3 മിനിറ്റും കൂടെ ഇഡ്ഡലി ഫ്രൈ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അത് കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ വിടണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കനാണ്. ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇടയിൽ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു.